തിങ്കളാഴ്ചയാണ് ഇവിടെ വന്ന് ഉടമ്പടി എടുത്തിട്ട് പോയത്. പക്ഷേ അത് കഴിഞ്ഞപ്പോഴത്തേക്കും ചൊവ്വാഴ്ച ഞാനിവിടെ ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ്റെ ഓൺലൈൻ ധ്യാനത്തിൽ പങ്കെടുത്തു. അന്നേരം അച്ഛൻ ഇങ്ങനെ പറഞ്ഞു, ഇവിടെ ഉടമ്പടി വെക്കുന്നത് 6 ഉടമ്പടികളാണ് വെക്കുന്നത്. അതിന് ഒരു കാരണമുണ്ട്. യേശു കാനായിലെ കല്യാണത്തിന് ആദ്യമായിട്ട് അത്ഭുതം ചെയ്തത് 6 കൽഭരണികളിലാണ്. അതുപോലെ തന്നെ 6 ദിവസം കൊണ്ട് യേശു ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. 7-ാം ദിവസം സമാധാനമായിട്ടിരുന്നു. അതുകൊണ്ട് നീ 6 ദിവസങ്ങളിൽ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ നീ വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചോ, നിന്റെ കാര്യങ്ങൾ സാധിക്കുമെന്ന് പറഞ്ഞു. ഞാൻ അന്ന് മുതൽ വീണ്ടും നന്നായിട്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങി, ബൈബിള് വായിക്കാൻ തുടങ്ങി. ഞാൻ അന്നേരം അമ്മ മാതാവിനോട് എന്ത് സങ്കടം ഉണ്ടെങ്കിലും നേരത്തെ ഒരാളോട് പറയുന്നത് പോലെ പറയുമായിരുന്നു. എൻ്റെ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഞാൻ വേറെ ആരോടും പറയാൻ പോവുകയില്ല. അപ്പോൾ ഞാനിങ്ങനെ പ്രാർത്ഥിച്ചു, അമ്മ മാതാവേ ഞാൻ പോയി 6 ദിവസം എന്നാണല്ലോ അച്ഛൻ പറഞ്ഞതെന്ന് പറഞ്ഞു. അപ്പോൾ എന്നെ ഒരു കൂട്ടുകാരി വിളിക്കും, എടി നീ കൃപാസനത്തിൽ പോയതല്ലേ, പ്രാർത്ഥിച്ചതല്ലേ. എന്നിട്ട് കഴിഞ്ഞ ഞായറാഴ്ച ആയപ്പോഴത്തേക്കും അവൾ എന്നോട് ചോദിച്ചു, എടി നിന്റെ ശനിയാഴ്ച എന്നോട് ചോദിച്ചു, എടി നീ കൃപാസനത്തിൽ പോയിട്ട് നിന്റെ മാതാവ് എന്നാടി അത്ഭുതമൊന്നും പ്രവർത്തിച്ചില്ലെന്ന് ചോദിച്ചു. അന്നേരം ഞാൻ പറഞ്ഞു, ഒരു ദിവസം കൂടെ ഉണ്ടല്ലോ. ഞാൻ ഇവിടെ വന്ന് കഴിഞ്ഞ 16-ാം തീയതി എഴുതി കൊടുത്തേ, എൻ്റെ റീ എൻട്രി 23-ാം തീയതി തീരും. റീ എൻട്രി തീർന്നു കഴിഞ്ഞാൽ ഒരിക്കലും പിന്നെ ഇസ്രയേലിന് തിരിച്ചു ചെല്ലാൻ പറ്റത്തില്ല. അപ്പോൾ എൻ്റെ റീ എൻട്രി തീരുന്നതിന് മുന്നേ എനിക്ക് റീ എൻട്രി പുതുക്കി കിട്ടണം എന്നായിരുന്നു ഞാൻ ആദ്യത്തെ നിയോഗം വെച്ചിരുന്നത്. ആ റീ എൻട്രി എനിക്ക് യുദ്ധം തുടങ്ങി കഴിഞ്ഞപ്പോഴത്തേക്കും യുദ്ധം തുടങ്ങിയ 6-ാമത്തെ ദിവസം ഞാൻ ഇപ്പോഴും ഈ ആൾക്കാരെ നിന്നുകൊണ്ട് പൂർണ്ണമായിട്ട് വിശ്വസിക്കുകയാണ്. ആ 6-ാം ദിവസമാണ് ആദ്യമായിട്ട് ഇസ്രയേലിലുള്ള സിവിലിയൻസിനെ മാത്രം കൊണ്ടുപോകുമെന്ന് പറഞ്ഞ് അവർ അവിടുത്തെ എയർപോർട്ട് ഭാഗികമായിട്ട് ഓപ്പൺ ചെയ്തു. അത് കഴിഞ്ഞിട്ട് എൻ്റെ 23-ാം തീയതി എൻ്റെ റീ എൻട്രി തീരുന്നതിൻ്റെ തലേദിവസം തന്നെ ഞങ്ങളുടെ ഇസ്രയേലിൻ്റെ കോൺസുലേറ്റിൽ നിന്ന് ഓർഡർ വന്നു. എല്ലാവരും ഈ യുദ്ധത്തിൻ്റെ സമയത്ത് കയറി പോകാൻ പറ്റാത്ത എല്ലാവർക്കും ജൂലൈ 31-ാം തീയതി വരെ റീ എൻട്രി ഓട്ടോമാറ്റിക്കലായിട്ട് എക്സ്റ്റെൻഡ് ചെയ്ത് കിട്ടിയെന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ കയ്യിൽ അതിൻ്റെ പേപ്പർ എൻ്റെ വീട്ടുകാർ അയച്ചു തന്നു. അത് കഴിഞ്ഞപ്പോഴത്തേക്കും എൻ്റെ എല്ലാ കാര്യങ്ങളും മാതാവ് എനിക്ക് പിന്നെ ഭയങ്കരമായിട്ട് സ്പീഡപ്പ് ആക്കി തന്നു. അന്നേരം അച്ഛൻ ഒരു കാര്യം കൂടെ പറഞ്ഞു, നിന്നെ കൊണ്ട് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളാണെങ്കിൽ നീ അത് വിശ്വസിച്ച് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ വിശ്വസിച്ചാൽ നീ ദൈവത്തിൻ്റെ മഹത്വം കാണുമെന്ന് ആ